അപ്പോൾ വൈകുന്നേരങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ ഈ തോട്ടിൻ്റെ കരയിലും പുഴക്കരയിലും ഒക്കെ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കുക, അത് വീട്ടിലേക്ക് കൊണ്ടുപോവുക, അന്ന് തന്നെ കറിയാക്കുക, അല്ലെങ്കിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ വഴിയരികിൽ തന്നെ അപ്പോൾ വിൽപ്പനയ്ക്ക് വെക്കുക. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ ആളുകളുടെ ഒരു സായാഹ്ന വിനോദമാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ വള്ളുവനാട്ടിൽ ഈ രണ്ടാം വിളയൊക്കെ ഇറക്കുന്ന സമയത്ത് നിലം ഉഴുതു കഴിഞ്ഞാൽ അവിടെ മത്സ്യചാകരയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പട്ടാമ്പിയിലേക്കാണ്. അവിടെ ആമയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ രണ്ടാം വിള കൃഷി ഇറക്കുമ്പോൾ പാടത്ത് ഉണ്ടാകുന്ന മത്സ്യചാകര നമുക്ക് കാണാം. അവിടെ ആ കാഴ്ചകൾ കാണാൻ ഇപ്പോൾ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. പാലക്കാട് പട്ടാമ്പി, ആമയൂർ, കിഴക്കേക്കര, നെടുമ്പ്രക്കാട് പാടശേഖരങ്ങളിലാണ് മത്സ്യചാകര. രണ്ടാം വിള നെൽകൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ പൊങ്ങിയത്. കഴിഞ്ഞ കൊല്ലവും നിലമൊരുക്കുന്ന പ്രവൃത്തിയിൽ ഇതുപോലെ മത്സ്യചാകരയുണ്ടായിരുന്നു. ട്രാക്ടർ ഉപയോഗിച്ച് പാടത്തുഴുതുമറിക്കൽ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ കാണപ്പെട്ടത്. മത്സ്യചാകര വിവരം പറന്നതോടെ ഇവിടെ കാളുകളുടെ ഒഴുക്കാണ്. കണ്ണനിനത്തിൽപ്പെട്ട മത്സ്യമാണ് കൂടുതലും ലഭിച്ചത്. നിലമൊരുക്കുന്ന വിവരമറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ഒട്ടേറെ പേർ മീൻ പിടിക്കാനായി ആമയൂരിലെ പാടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ നിലമൊരുക്കൽ നാടിന്റെ ഉത്സവം തന്നെയായി മാറി. ട്രാക്ടർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കും. മീൻ ശ്രദ്ധയിൽപ്പെട്ടാൽ വടികൊണ്ടടിച്ച് കൈകൊണ്ട് സഞ്ചിയിലേക്കിടും. ഇവിടെ രണ്ടാം വിളക്കുള്ള ഉഴുതുമറിക്കലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ നമ്മളെ കുറെ നാട്ടിലുള്ള കുറെ പയ്യന്മാരും അവരെല്ലാരും കൂടി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉത്സവമായിട്ട് കൊണ്ടുനടക്കുകയാണ്. എല്ലാവരും മീൻപിടുത്തം പൂട്ടും എല്ലാം കൂടെ. പല വലിപ്പത്തിലും പല ഇനത്തിലുമുള്ള മത്സ്യങ്ങളാണ് ലഭിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് ശേഖരിക്കുന്നവരും കച്ചവടം ചെയ്യാൻ ലക്ഷ്യമിട്ട് മീൻ പിടിക്കുന്നവരെയും നമുക്കിവർക്കിടയിൽ കാണാം. ഒക്കെ കണ്ണന്മാര് തിലോപ്പി, ഈ കല്ലുത്തി എന്ന് പറയും. പുഴയിലുള്ള കല്ലുത്തി എന്ന് പറഞ്ഞ സൈസ് ഉണ്ട്, അത് കണ്ണന്മാരുണ്ട് നമ്മളെ. പിന്നെ കണ്ണന്മാര്, മുയ്യ്, കണ്ണനാണ് മെയിനായിട്ട്. നല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരിയായിരുന്നു, നല്ല മീനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ട്, നന്നായിട്ട് മീനുണ്ട്. നാടൻ ജലാശയങ്ങളിലും പാടശേഖരങ്ങളിലും കാണുന്ന ആഫ്രിക്കൻ മുഷി, കടു, തിലോപ്പി, പരൽ എന്നിവയാണ് ഇവർ കൂടുതലായും വയലുകളിൽ നിന്നും പിടികൂടുന്നത്. ഓണാവധിക്കാലമായതോടെ കുട്ടികളും മീൻപിടുത്തത്തിൽ സജീവമാവുകയാണ്. പുതിയ തലമുറ മുതൽ പ്രായമായവർ വരെ കച്ചകെട്ടിയിറങ്ങുന്നതോടെ ആകെ ഉത്സവമയമാണ്. പരമ്പരാഗത ശൈലിയിലുള്ള മീൻപിടുത്തം കാണാനും മൺമറഞ്ഞു പോകുന്ന കാർഷിക സംസ്കാരത്തിന്റെ കാഴ്ചകൾ അടുത്തറിയാനുമൊക്കെ അവസരമൊരുക്കുകയാണ് ആമയൂരിലെ ഈ പാടശേഖരങ്ങൾ. അപ്പോൾ ആമയൂരിലെ ഈ കാഴ്ചകൾ അത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓണം കാലമാണ്, അപ്പോൾ അധിക നാളില്ല. ഏതെങ്കിലും മറ്റ് പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ പോലെ എപ്പോഴെങ്കിലും പോയി കാണാൻ പറ്റും എന്ന് വിചാരിച്ച് ഇരിക്കേണ്ട. അപ്പോൾ ആർക്കെങ്കിലും ഈ മത്സ്യം ഇങ്ങനെ പിടിക്കുന്നതും ലൈവായി തന്നെ കൊണ്ടുപോവുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണണമെങ്കിൽ ഇപ്പം തന്നെ പട്ടാമ്പി ആമയൂരിലേക്ക് ചെല്ലണം. ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തിയത്, റിപ്പോർട്ടും നമുക്ക് അയച്ചത് വിഷ്ണു പട്ടാമ്പിയാണ്. അപ്പോൾ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചത് വിഷ്ണു പട്ടാമ്പിയാണ്. അപ്പോൾ അവിടേക്ക് നിരവധി പേരാണ് എത്തുന്നത്. അപ്പോൾ പറ്റുന്നവർ പോയി നേരിട്ട് തന്നെ കാണുക. നമ്മളുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരത്തിൽ ഇനി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.